ശരിക്കും യൂറോപ്പിൽ ഫ്രീ എഡ്യൂക്കേഷൻ കുറേ പേര് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഫ്രീ എഡ്യൂക്കേഷൻ ശരിക്കും ഫ്രീ ആണോ? സത്യം പറഞ്ഞാൽ ഈ ഫ്രീ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ഒന്നുമല്ല. കാരണം നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ഉണ്ട്. പിന്നെ ഓഫർ വന്നാൽ ചിലപ്പോൾ ബ്ലോക്ക് അക്കൗണ്ട് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് വിസ ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ കുറച്ച് ഫണ്ട് നമ്മൾ എന്തായാലും അറേഞ്ച് ചെയ്യണം. പക്ഷെ ട്യൂഷൻ ഫീ അതാണ് ഏറ്റവും ലാഭം വരുന്നത്. നമുക്കൊരു 100 യൂറോ, അതായത് ഒരു 10,000 രൂപ തൊട്ടാണ് ട്യൂഷൻ ഫീ വരുന്നുള്ളൂ. സോ അത് നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീ എന്ന് പറയാം. സോ അതാണ് ശരിക്കും ഇതിൽ ഫ്രീ എഡ്യൂക്കേഷൻ. ശരിക്കും ഒരു സ്റ്റുഡൻറ്റിന് പുറത്തുപോയി പഠിക്കാനായിട്ട് ഏജൻസീസിൻ്റെ ആവശ്യമുണ്ടോ? സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് പഠിച്ചുകൂടെ? ശരിക്കും ഒരു സ്റ്റുഡൻറ്റിന് പുറത്തുപോയി പഠിക്കാനായിട്ട് സ്വന്തം അപ്ലൈ ചെയ്ത് വിസയ്ക്ക് എടുത്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സമയം. അതായത് ഒരു 100-200 വിസ എടുത്ത ഒരാൾ അപ്ലൈ ചെയ്യുന്നതും വേഴ്സസ് ആദ്യമായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ആളുടെയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. പിന്നെ രണ്ടാമത് ഈ ഒരു എക്സ്പെർട്ടീസ്, അതായത് ഒരു യൂണിവേഴ്സിറ്റി തന്നെ അഡ്മിഷൻ കിട്ടുന്ന യാതൊരു ഉറപ്പുണ്ടാവണമെന്നില്ല ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാൾ. ബട്ട് ഒരു 100-200 പ്രൊഫൈൽ കാണുന്ന ഒരു ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോ കുറച്ചും കൂടെ ഇൻഫോം ഡിസിഷൻ എടുക്കാൻ പറ്റും, എവിടെ കിട്ടും, ഏതെവിടെ അപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ളത്. പിന്നെ വരുന്നത് ഒരു കമ്മ്യൂണിറ്റി. അവിടെ ഓൾറെഡി പഠിക്കുന്ന ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക്. ശരിക്കും ഒരു പ്രൊഫഷണൽ എടുത്ത് പോയാൽ ആൾ ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികളുടെ ഒരു കോൺടാക്ട് ബേസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് തന്നെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ മെനക്കെട്ട് ഇത് ചെയ്യാനായിട്ടുള്ളൊരു ടൈമും സാവകാശവും നമ്മൾ കണ്ടെത്തണം. അതിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, അതായത് തന്നെ അപ്ലൈ ചെയ്ത്. പക്ഷെ അതിൽ ആ ഒരു ടൈം ആൻഡ് എറേഴ്സ് ഫാക്ടർ ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്ക് ഈ പുറത്ത് പഠിക്കാനായിട്ട് ഏജൻസി ത്രൂവും പോകാം, സ്വന്തമായിട്ടും അപ്ലൈ ചെയ്യാം. അതെ, അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ എന്തുകൊണ്ട് ഒരു ഏജൻസിയെ തന്നെ ചൂസ് ചെയ്യണം? ആൻഡ് ഒത്തിരി അധികം ഏജൻസീസ് ഉള്ളതുകൊണ്ട് അതിലെങ്ങനെയാണ് ഒരു ബെസ്റ്റ് ഏജൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതൊരു എപ്പോഴും ഒരു വലിയൊരു കൺസേൺ ആണല്ലേ. സോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സോ ഒരുപാട് കാശ് അവിടെ എവിടെയും കൊടുത്ത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ കിട്ടും കിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത സമയവും കാശും കളയാതെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഏജൻസിയുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം വളരെ വലുതാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ 1-2 ആപ്ലിക്കേഷൻ അല്ല, ഒരു 1000കണക്കിന് ആപ്ലിക്കേഷൻസ് ആണ് ഓൺ എ ഡെയിലി ബേസിസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ കഴിഞ്ഞ ഇൻടേക്കിൽ കിട്ടിയ ഒരു കോഴ്സോ യൂണിവേഴ്സിറ്റിയോ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ കേസിലൊക്കെ അടുത്ത ഇൻടേക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം റിക്വയർമെൻറ്റ്സ് എല്ലാം പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കോഴ്സ് തന്നെ മാറിയിട്ടുണ്ടാവും. അതൊന്ന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ട്രസ്റ്റഡ് ഏജൻസിയിൽ നിന്ന് കിട്ടും. ആൻഡ് സെക്കൻഡ്ലി, നമ്മൾക്ക് ആ ഒരു സ്റ്റുഡൻറ്റ് നെറ്റ്വർക്ക്, പോയ സ്റ്റുഡൻസിൻ്റെ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളുടെ ഒരു ബന്ധമുള്ളൊരു സ്റ്റുഡൻറ്റിനെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. ആൻഡ് തേർഡ്ലി, ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് എത്രയും ടൈം എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ അക്കൗണ്ടബിലിറ്റി, നമുക്ക് വിളിച്ച് ചോദിക്കാനായിട്ടൊരാൾ, എന്തെങ്കിലും ഡൗട്ട് വന്നാൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാലോ നമുക്ക് അങ്ങനെ ഒരു റിലയബിൾ ഫാക്ടർ കൂടി ഉണ്ടെങ്കിൽ മൊത്തം കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്കൊരു ഫാസ്റ്ററായിട്ട് നമുക്ക് നടക്കും. ആൻഡ് എങ്ങനെ ഒരു ഏജൻസിനെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കൺട്രി ആണോ ആ കൺട്രിയിൽ എക്സ്പെർട്ടീസ് ആ ഏജൻസിക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ തറലി ചെക്ക് ചെയ്യണം. അതിപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൽ അവരുടെ പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ വിസ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിമോണിയൽസോ ഈവൻ ഗൂഗിൾ റിവ്യൂസ് ഫോർ ദാറ്റ് മാറ്റർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. ആൻഡ് മിനിമം ഒരു 10-15 വർഷം ഈ ഫീൽഡിൽ, സ്റ്റഡി അബ്രോഡ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ഫാക്ടർ കൂടും. കാരണം അവർ അത്രയും നാളായിട്ട് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അവരെ വിശ്വസിക്കാം. ഈ കോവിഡ് പീരീഡ് കഴിഞ്ഞ പിന്നെ ഒരു 3-8 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ സ്റ്റഡി അബ്രോഡിനായിട്ട് പോകുന്നത്. സോ അതിനനുസരിച്ച് കുറേ അധികം സ്റ്റഡി അബ്രോഡ് ഏജൻസീസും വന്നിട്ടുണ്ട്. സോ എന്തുകൊണ്ട് സ്പാൻ ഇൻ്റർനാഷണൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം? സോ സ്പാൻ ഇൻ്റർനാഷണൽ 2008 തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ആൻഡ് ഇപ്പം ഞങ്ങൾ ഏകദേശം 17 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ഹോൾ ജേർണിയിൽ നമ്മളൊരു 5000-ൽ പരം സ്റ്റുഡൻസിന് മിനിമം പുറത്തേക്ക് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഏറ്റവും വലിയ USP എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. ആൻഡ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ എത്ര അഫോർഡബിൾ ആയിട്ട് അബ്രോഡ് പഠിക്കാം, ഫ്രീ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലേക്ക് നമുക്ക് ഒരുപാട് കുട്ടികളെ ഈ ഒരു കാലയളവിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ യൂറോപ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസ് ചോദിച്ചു വരുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ഫ്രാൻസ്, സ്വീഡൻ എന്നീ
രാജ്യങ്ങളൊക്കെയാണ്. സോ അതിൻ്റെ എല്ലാം പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ എല്ലാ ടെസ്റ്റിമോണിയൽസും വിസകളും എല്ലാം നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ വിതൗട്ട് എനി ഡൗട്ട് ഐ കൻ ടെൽ വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് യൂറോപ്പ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ഇൻ സൗത്ത് ഇന്ത്യ. 12th കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് ഡയറക്റ്റ് ആയിട്ട് യൂറോപ്പിൽ ഫ്രീ എഡ്യൂക്കേഷൻ കോഴ്സസ് അവൈലബിൾ ആണ്. യെസ്, അതായത് 12th കഴിഞ്ഞ ഒരാൾക്ക് ഡയറക്റ്റ്ലി ബാച്ചിലേഴ്സ് കോഴ്സസ് യൂറോപ്പിൽ വളരെ ഫീസ് കുറഞ്ഞ രീതിയിൽ പഠിക്കാൻ പറ്റും. അതായത് ഏകദേശം ഒരു 35,000 രൂപയ്ക്കാണ് വരുന്നുള്ളൂ സെമസ്റ്ററിൽ. ഞാൻ പറഞ്ഞു വരുന്ന ഓസ്ട്രിയയിലാണ് കേട്ടോ. നമുക്ക് ഈ കോഴ്സസ് 12th കഴിഞ്ഞവർക്ക് ബാച്ചിലേഴ്സിൻ്റെ ഒരുപാട് കോഴ്സുകൾ ഓസ്ട്രിയയിൽ ഇത്ര ഫീസ് കുറവിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ശരിക്കും ഇത് പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉള്ളത്. എല്ലാവരുടെയും വിചാരം 10-15 ലക്ഷം കൊടുത്തൊക്കെ അബ്രോഡ്, അതും ബാച്ചിലേഴ്സ് പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് ആണ്, അതുകൊണ്ട് ഇവിടെ തന്നെ പഠിക്കാം എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ 12th കഴിഞ്ഞ് അബ്രോഡ് പോയാൽ ആ ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആ കൺട്രിയിൽ സെറ്റിൽ ആവും, നേരെ നിങ്ങൾക്ക് ജോബിന് കയറാം. ഇപ്പോൾ പല സ്റ്റുഡൻസിനും IELTS സ്കോർ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് യൂറോപ്പിൽ ചാൻസസ് ഉണ്ടോ പഠിക്കാനായിട്ട് IELTS ഇല്ലാതെ? യെസ്, സോ IELTS ഇല്ലാതെ നമുക്ക് ഡെഫിനറ്റ്ലി യൂറോപ്പിൽ പഠിക്കാം. മാസ്റ്റേഴ്സ് കോഴ്സസ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് MOI മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് ഇംഗ്ലീഷ് എന്ന് കാണിച്ചിട്ടാണ് ഈ അഡ്മിഷൻസ് ഒക്കെ കിട്ടുന്നത്. ഒരുപാട് കോഴ്സസ് അല്ല, നമുക്ക് കുറച്ച് സെലക്റ്റഡ് കോഴ്സാണ് ഇതിന് വരുന്നത്. ഞാനിത് പറയുന്നത് ഓസ്ട്രിയയിലാണ് കേട്ടോ. ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ തൊട്ടടുത്തുള്ള ഒരു കൺട്രിയാണ്, ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയാണ്. പക്ഷെ അവിടെ നമുക്ക് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണ് ഈ വിത്തൗട്ട് IELTS ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ഓസ്ട്രിയയിൽ പഠിക്കാനായിട്ട് നമുക്ക് ജർമ്മനിയുടെ പോലെ APSO ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒന്നും ആവശ്യമില്ല. സോ അഫോർഡബിൾ ആയിട്ടൊരു ഓപ്ഷൻ, അതും IELTS ഇല്ലാതെ യൂറോപ്പിൽ പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഓസ്ട്രിയ ഒരു നല്ല ചോയ്സ് ആയിരിക്കും. ജർമ്മനിയിൽ കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. ബട്ട് അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്താണ് കീർത്തനയ്ക്ക് പറയാനുള്ളത്? സോ ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യില്ല. കാരണം അത്യാവശ്യം പഠിക്കാനുണ്ട്. ഓക്കെ, ഇൻറ്റൻസ് കോഴ്സ് വർക്ക് വരുന്ന ഒരു കരിക്കുലമാണ് വരുന്നത്. വേറെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം എളുപ്പമാണ് പഠിക്കാൻ. സോ പാർട്ട് ടൈം ജോബൊക്കെ നോക്കുന്നവർക്ക് കുറച്ചും കൂടെ സ്റ്റഡീസ് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലായിരിക്കും. ആൻഡ് മോർ ക്യാമ്പസസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സിറ്റി സെൻറ്റേഴ്സ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ. അതുകൊണ്ട് കുറച്ചുകൂടെ ജോബ്സ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ വെറൈറ്റി കോഴ്സസ് സച്ച് ആസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഈവൻ ക്രിയേറ്റീവ് ഓൺട്രപ്രിനർഷിപ്പ്, അങ്ങനത്തെ കോഴ്സസ് എല്ലാം കൂടുതൽ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണ് വരുന്നത്. ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് തന്നെ പല സെഗ്മെന്റിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആർ ഈക്വലി ഗുഡ് അക്കോർഡിംഗ് ടു സ്റ്റുഡൻസ് റിക്വയർമെന്റ്സ് ആൻഡ് പ്രയോറിറ്റീസ്. ഫാമിലി ആയിട്ട് പുറത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ലേ, അവർ കൂടുതലും വർക്ക് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കളയുന്നതായിട്ട് പലരും പറയാറുണ്ട്. സോ അവർക്കിങ്ങനെ സ്റ്റഡി വിസ ത്രൂ പോകാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ യൂറോപ്പിൽ? സോ യെസ്, ഫാമിലി ആയിട്ട് നമുക്ക് യൂറോപ്പിലേക്ക് ഇതുപോലെ സ്റ്റുഡൻറ് വിസ ത്രൂ ഒരു മൈഗ്രേഷൻ പോസിബിൾ ആണ്. കാരണം നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ് വിസ എടുക്കുമ്പോൾ ആളുടെ പാർട്ട്ണറിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകാൻ പറ്റും. ഇത് എല്ലാ കൺട്രീസിലും പോസിബിൾ അല്ല കേട്ടോ. കുറച്ച് സെറ്റ് ഓഫ് കൺട്രീസ് ആണ് ഈ ഡിപ്പെൻഡൻറ്റ് വിസ ഓഫർ ചെയ്യുന്നത്. ജർമ്മനി, ഓസ്ട്രിയ, ഈവൻ സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളെല്ലാം ഈ പോസിബിലിറ്റി ഉണ്ട്. സോ ഇതിൽ നമുക്ക് പാർട്ട്ണർക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ സ്കൂളിംഗ് വരെ ഉണ്ട്. സോ അതുകൊണ്ട് ഫാമിലി മൈഗ്രേഷൻ ത്രൂ എ സ്റ്റുഡൻറ് വിസ ഇസ് പോസിബിൾ. ഇറ്റ് ഇസ് മച്ച് മോർ ഫാസ്റ്റർ ദാൻ എ വർക്ക് വിസ. ജർമ്മനിയിൽ ഇതുപോലെ സ്റ്റഡി വിസ അല്ലാതെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വിസ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ പരിപാടി? നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകണം, പക്ഷെ പഠിക്കാൻ താല്പര്യമില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി പോവാം. അതായത് ഡിഗ്രിയും ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ഏകദേശം. ഇതിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 ഇയർ വിസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ജോബ് സെർച്ച് വിസ. അതിനുള്ളിൽ നമുക്കൊരു ഫുൾ ടൈം ജോബ് കിട്ടിയാൽ നിങ്ങൾക്കത് വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാം 1 ഇയറിലേക്ക്. സത്യം പറഞ്ഞാൽ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് വേ ആണ് പെട്ടെന്ന് തന്നെ ജർമ്മനിയിലേക്ക് ഒരു ജോബ് സെർച്ച് വഴി ഇവൻച്വലി വർക്ക് വിസയിലേക്ക് മാറാനായിട്ടുള്ളൊരു വഴി. നമുക്ക് ഇവിടുന്ന് അതിന് ഓഫർ കിട്ടണമെന്നുണ്ടോ ഇന്ത്യയിൽ നിന്നോ? അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന ജോബ് സെർച്ച് വിസ എടുത്ത് പോവുക,
എന്നിട്ട് അവിടെ ചെന്നിട്ട് വേണം നമ്മൾ ജോബ്സ് ട്രൈ ചെയ്യാനായിട്ട്. ഇവിടുന്ന് ജോലി കിട്ടാനായിട്ട് കുറച്ച് ടഫാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം തന്നെ ജർമ്മൻ ഗവൺമെന്റ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. UK, കാനഡ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്നത് ജർമ്മനി, ഓസ്ട്രിയ ഇങ്ങനെയുള്ള ഷെങ്കൻ കൺട്രീസിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പോൾ പോകുന്നതായിട്ട് കാണുന്നത്. സോ ഐ വാസ് വണ്ടറിങ്, ഇങ്ങനെയുള്ള ഷെങ്കൻ കൺട്രീസിൽ നമുക്ക് ജോലി കിട്ടുമോ? ലൈക്ക് പഠിത്തം കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവരുടെ ഭാവി? രക്ഷപ്പെടുവോ എന്നുള്ളതാണ് മെയിൻ ചോദ്യം. എന്താണ് പറയാനുള്ളത്? സോ യെസ്, അതായത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അബ്രോഡ് എഡ്യൂക്കേഷനായിട്ട് ചൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിലെല്ലാം ഏജ്ഡ് പോപ്പുലേഷനാണ്. അവർക്ക് ആവശ്യം യങ് ബ്രൈറ്റ് പ്രൊഫഷണൽസിനെയാണ്. സോ അതുകൊണ്ട് ഈ ഫ്രീ എഡ്യൂക്കേഷൻ പോലെയുള്ള കോഴ്സസ് വരുന്നു, ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് കോഴ്സസ് വരുന്നു. സോ സ്റ്റുഡൻസ് ചൂസ് ദീസ് കൺട്രീസ്, വൺ തിങ്. ആൻഡ് സെക്കൻഡ്ലി, ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷോർട്ടേജ് ഓഫ് ഓക്യുപ്പേഷൻസ്, അത് ഓസ്ട്രിയയുടെ ഗവൺമെൻറ് സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജോബ്സ് ആണ്. ബീറ്റ് അക്കൗണ്ടന്റ്, ബിസിനസ് ഡെവലപ്പർ, മാനേജറിയൽ ജോബ്സ്, ഒരുപാട് ജോബ്സ് ആണ് ഫോർ സ്റ്റുഡൻസ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി അവർക്കൊരു ജോലി കിട്ടി സെറ്റിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് നല്ലൊരു ഓപ്ഷനാണ്. ഈ ജർമ്മനി, ഓസ്ട്രിയ എന്നൊക്കെ പറയുന്നത് ശരിക്കും ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസ് അല്ലേ? അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻസ് പോയി കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കാതെ അവിടെ പോയിട്ട് കാര്യമുണ്ടോ? ബേസിക് ജർമ്മനിയിലും അറിയാതെ ഈ രാജ്യങ്ങളിൽ പോയാൽ നിങ്ങൾ പെടും, ലിറ്ററലി പെടും. കാരണം ഈ രണ്ടും ജർമ്മൻ സ്പീക്കിംഗ് ആണ്, ലൈക്ക് യു സെഡ്. സോ ഒരു ബേസിക് A1 A2 ലെവലെങ്കിലും നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം. നമ്മൾ കോഴ്സ് പഠിക്കാനായിട്ട് 100% ഇംഗ്ലീഷ് ടോട്ട് കോഴ്സസ് വരെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വേണ്ട. പക്ഷേ അവിടുത്തെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ട്രെയിന് കയറാനായിട്ട്, ഈവൻ സൂപ്പർ മാർക്കറ്റിലും, അല്ലെങ്കിൽ ഇവൻച്വലി ഒരു ഫുൾ ടൈം ജോബ് കിട്ടാനും, ജർമ്മൻസ് ആയിട്ട് സോഷ്യലൈസ് ചെയ്യാനും നിങ്ങൾക്കൊരു ജർമ്മൻ ലാംഗ്വേജ് ലെവൽസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഇവിടെ നിന്ന് ബേസിക് ലെവൽ പഠിച്ചു പോയിട്ട് അഡ്വാൻസ് ലെവൽ ഐ വുഡ് സജസ്റ്റ് ഈ രാജ്യങ്ങളിൽ എത്തിയിട്ട് പഠിച്ചാൽ മതി. കാരണം ഒരുപാട് ജർമ്മൻ ലാംഗ്വേജ് സെൻറ്റേഴ്സ് ഉണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് വരെ ഉണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. ഈ ഓസ്ട്രിയ അതുപോലെ ജർമ്മനി യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടണമെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കണമെന്ന് പറയാറുണ്ട്. സോ അത് അയച്ചു കൊടുക്കുന്നത് ഒരു റിസ്ക് അല്ലേ? ഇത് ചില യൂണിവേഴ്സിറ്റീസിന്റെ സ്പെഷ്യൽ പ്രൊസീജിയറാണ്. കൂടുതലും ഓസ്ട്രിയയിലാണ് ഇങ്ങനെ വരുന്നത്. അതായത് നമ്മളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അവർ ഫിസിക്കലി വെരിഫൈ ചെയ്താലേ നമ്മൾക്ക് അഡ്മിഷൻ ലെറ്റർ തരുള്ളൂ എന്നുള്ളത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു പ്രോസസ്സിന്. പക്ഷേ ഒരു റിസ്ക്കും ഇതിനകത്തില്ല. കാരണം ഇത് നമ്മൾ നേരിട്ട് യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നു, യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം ചെലവിൽ അവർ നമുക്ക് തിരിച്ചു അയക്കുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് ഫൈനലി ഓസ്ട്രിയ വിസ കിട്ടി അവിടെ എത്തിയിട്ടാണെങ്കിലും നമുക്കത് അവിടെ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് വിസയ്ക്ക് പോകാൻ ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സിന് ഒന്നും ആവശ്യമില്ല, അക്കാഡമിക് ഡോക്യുമെന്റ്സ്. സോ ഇതൊരു റിസ്ക് ആയിട്ടുള്ള ഫാക്ടർ ഒന്നും അല്ല. ഒരുപാട് സ്റ്റുഡൻസ് ഇതൊക്കെ അയച്ചിട്ട് തന്നെയാണ് അവർക്ക് ഓഫർ വന്ന് വിസയൊക്കെ കിട്ടി അവിടെ പഠിക്കുന്നത്. സോ ഇത് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സൗകര്യം ഉണ്ടായിരിക്കും? നമുക്ക് ഇപ്പോൾ നമ്മുടെ കൊറിയർ ഓപ്പറേറ്റേഴ്സ് ഇല്ലേ, അവരുടെ നിന്ന് നമുക്ക് ട്രാക്കിംഗ് നമ്പർ ഒക്കെ വാങ്ങിച്ച് നമുക്കിത് കംപ്ലീറ്റ്ലി ട്രാക്ക് ചെയ്യാവുന്നതാണ്. തിരിച്ച് കൂടുതലും ഓസ്ട്രിയൻ പോസ്റ്റ്, അതായത് ഓസ്ട്രിയയിലത്തെ ഗവൺമെന്റ് പോസ്റ്റൽ സർവീസ് ആണ്, അവരാണ് നമുക്കത് തിരിച്ചയക്കുന്നത്. വളരെ ഫാസ്റ്റ് ആണ്. സോ ഇതൊരു പ്രോസസ്സാണ്, നമ്മളത് ഫോളോ ചെയ്തേ പറ്റും. ഈ ഫ്രീ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ജർമ്മനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. സോ എന്താണ് ഇതിന് മാത്രം ഓസ്ട്രിയക്ക് സ്പെഷ്യാലിറ്റി? യെസ്, സോ ഓസ്ട്രിയയിൽ നമുക്ക് ജർമ്മനിയുടെ പോലെ തന്നെ ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ കോഴ്സസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ്. ഇതിൽ പ്രത്യേകത ജർമ്മനിയുടെ പോലെ ബ്ലോക്ക് അക്കൗണ്ട് വേണ്ട ഫോർ ഓസ്ട്രിയ. ആൻഡ് സെക്കൻഡ്ലി നമുക്ക് ബാച്ചുലേഴ്സ് മാസ്റ്റേഴ്സ് കോഴ്സസ് എല്ലാം നമുക്ക് വിത്തൗട്ട് APS ഒക്കെ പഠിക്കാൻ പറ്റും. മാസ്റ്റേഴ്സ് ചില കോഴ്സസിന് IELTS പോലും വേണ്ട. ആൻഡ് ഓസ്ട്രിയ ആസ് സച്ച് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ കൺട്രി. അതായത് സ്വിറ്റ്സർലാൻഡ് ഒക്കെ ആയിട്ടാണ് അതിൻ്റെ കമ്പാരിസൺ വരുന്നത്. ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈവൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് 14 months സാലറിയാണ് ഓസ്ട്രിയയിൽ ഓഫർ ചെയ്യുന്നത്. അതൊരു പ്രത്യേകതയാണ്. കാരണം 2 മാസം സാലറി എക്സ്ട്രാ കുട്ടികൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഓസ്ട്രിയ ഇപ്പോൾ കുട്ടികൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ? യെസ്, ആൻഡ് ടൂറിസം ഇസ് സോ പോപ്പുലർ ദാറ്റ് നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ഫിലിം ആക്ടേഴ്സ് എല്ലാം അവരുടെ മേജർ വെക്കേഷൻ സ്പോട്ടാണ് വിയന്ന. ആൻഡ് വിയന്ന ആസ് എ സിറ്റി ഇസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് ലിവബിൾ സിറ്റി ഇൻ ദ ഹോൾ വേൾഡ്. സോ യു നോ ഇറ്റ്. ഈ ജർമ്മനി, ഓസ്ട്രിയ പോലുള്ള കൺട്രീസിലൊക്കെ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറയാറുണ്ട്. അത് സത്യമാണോ? ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കും. എന്നാലും ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് പോകുന്ന എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം ജോലിയൊന്നും കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഒന്നാമത് ആ കുട്ടിയുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി
എത്ര പെട്ടെന്ന് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കാരണം ഹി ഓർ ഷീ ഷുഡ് ബി വില്ലിങ് ടു വർക്ക് ഫോർ എനി കൈൻഡ് ഓഫ് പാർട്ട് ടൈം ജോബ്. പിന്നെ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, ഒരു മടിയും കൂടാതെ ഇവിടെ ജോലി ഉണ്ടോ, എനിക്ക് ജോലി തരാമോ എന്ന് ചോദിക്കാനും വേണം നമുക്കൊരു ഗട്ട്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ പറയുന്നത്, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡേ 1 തൊട്ട് നമ്മളുടെ ഈ പാർട്ട് ടൈം ജോലിക്കുള്ള റിസർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, ഓഫ്ലൈൻ ഡോർ ടു ഡോർ ചെന്ന് ചോദിക്കണം. ജർമ്മൻ CV ഒക്കെ കൊണ്ട് പ്രിന്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അവർ കുറച്ചും കൂടെ നമ്മളെ കൺസിഡർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ മോസ്റ്റ് ഓഫ് ആർ സ്റ്റുഡൻസ് ഹാവ് ബീൻ ഗെറ്റിംഗ് പാർട്ട് ടൈം ജോബ്സ് വിത്തിൻ സേ 1 month ഓർ ഈവൻ മാക്സ് ടു മാക്സ് 3 months ഓഫ് ടൈം. പക്ഷെ അത് നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നുണ്ട് എന്നതനുസരിച്ചും കൂടെ ഇരിക്കും കേട്ടോ. സോ യാ, ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. ഈ ജർമ്മനിയും ഓസ്ട്രിയയും ഒക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ജർമ്മനിയിൽ പക്ഷേ നല്ല പബ്ലിക് യൂണിവേഴ്സിറ്റീസ് റാങ്കിങ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓസ്ട്രിയയുടെ കേസിൽ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അത്യാവശ്യം റാങ്കിങ് ഒക്കെ ഉണ്ടോ? യെസ്, ഓസ്ട്രേലിയയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെങ്കിൽ 100s ഒക്കെ വേൾഡ് റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന 137 ആണ് ഗ്ലോബൽ റാങ്കിങ്. നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റിന് കഴിഞ്ഞൊരു ഇൻടേക്കിൽ 55% വിത്തൗട്ട് IELTS ആണ് ആൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ടും പോപ്പുലേഷൻ കുറവായതുകൊണ്ടും കൂടിയാണ്. ഇപ്പോൾ അതേ ഒരു സ്റ്റാൻഡേർഡിൽ നാട്ടിൽ നോക്കുകയാണെങ്കിൽ IIT ബോംബെ ഒക്കെയാണ് വരുന്നത്. ഈ IIT ബോംബെയിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ 90% എബോളവർ വരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന മാത്രമല്ല, കുറേ അധികം യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അത് നമ്മൾ പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് യൂട്ടിലൈസ് ചെയ്യണം. കാരണം വിത്തൗട്ട് IELTS ഈവൻ ഒരു മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഒക്കെ വെച്ച് ഇപ്പോൾ നമുക്ക് അഡ്മിഷൻസ് കിട്ടുന്നുണ്ട്. ബട്ട് ഓരോ ഇൻടേക്ക് കഴിയും തോറും ഈ റിക്വയർമെന്റ്സ് സ്ട്രിക്റ്റ് ആവും, കാരണം കോമ്പറ്റീഷൻ കൂടും. സോ കറന്റ്ലി ഉള്ള ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ അത് വളരെ വർത്ത് ഇറ്റ് ആയിരിക്കും.